പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 തൊട്ടുള്ള വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 തൊട്ടുള്ള ഭാഗങ്ങൾ. അതിൽ 8-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വായിക്കാം. ഇതാ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ വരും വർഷത്തിൽ കർത്താവ് ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വാതിൽ ആർക്കും അടച്ചുകൂടാ. ആരുടെയും താക്കോലില്ല. കാരണം ദാവീദിൻ്റെ താക്കോലുള്ളവനാണ് അരുളി ചെയ്യുന്നത്. ആ താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, ഈ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് ഓരോ വർഷം കഴിയുമ്പോൾ മനുഷ്യന് ഭീതി കൂടുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഭീതി പരത്തുന്ന വാർത്തകൾ ഒരുപാടുണ്ടാകുകയാണ്. സംഭവങ്ങൾ ഈ ലോകത്തുണ്ടാകുകയാണ്. വീട്ടിലിരിപ്പാനും വെളിയിൽ ഇറങ്ങുവാനും പേടിയുള്ളതുപോലുള്ള കാര്യങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി നടക്കുമ്പോൾ യെശയ്യാവ് 41 വാക്യമുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഭയവും ഭ്രമവും നമ്മുടെ കണ്ണുകളിൽ കാണാൻ കഴിയും, അല്ലേ? അവർ കണ്ണുകളെ നോക്കിയാൽ അറിയാം. ചില കണ്ണ് നോക്കിയാൽ അറിയാം പേടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ണുണ്ട്. സന്തോഷം, പ്രണയം എവിടെയാണ് കാണുന്നത്? കണ്ണുകളിൽ കാണാൻ കഴിയുമെന്നാണ് കവികൾ പാടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വികാരങ്ങളൊക്കെ കണ്ണുകളിൽ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഭ്രമിച്ച് ചുറ്റും നോക്കണ്ട, പേടിച്ച് ചുറ്റും നോക്കണ്ട. മുന്നോട്ടുള്ള യാത്രയെപ്പറ്റി ഓർക്കുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ച് തുറിച്ച് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കണ്ട. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരാ? ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. സകല വാഴ്ചകളും അധികാരങ്ങളും സകലവും കാൽ കീഴാക്കി വെച്ചുകൊണ്ട് സകലത്തിനും മീതെ ഇരിക്കുന്നവനെ, ഹല്ലേലൂയ, നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട. ഞാനാണ് നിന്റെ ദൈവം. സംസാരിക്കുന്ന ദൈവം നമുക്കുണ്ട്, പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. അനേകരുടെ ദൈവത്തിന് കണ്ണുണ്ടെങ്കിലും കാണത്തില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കത്തില്ല. അനേകരുടെ ദൈവത്തെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക്. എന്നാൽ പറയുകയാണ്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ ദൈവമായിക്കൊണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ നടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ കിടക്കുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ ഇരിപ്പുണ്ട്. മയങ്ങാതെ ഉറങ്ങാത്ത ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. ഭയപ്പെട്ടുകൊണ്ടായിരിക്കരുത്, ഭ്രമിച്ചുകൊണ്ടായിരിക്കരുത്. മറ്റു വാർത്തകളെ, ദുഃഖിപ്പിക്കുന്ന വാർത്തകളെ, പേടിപ്പിക്കുന്ന വാർത്തകളെയും നമ്മുടെ നാവിലെടുത്തുകൊണ്ടാകരുത്. പകരം വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് കാലുകൾ എടുത്തു വെക്കുന്നവരായിരിക്കണം. ഇതാ, ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ കർത്താവ് തുറന്നു വെക്കുകയാണ്. ആർക്കും അടച്ചുകൂടാത്ത ഒരു വാതിൽ. ദൈവസന്നിധിയിൽ എത്തുന്നത് ഇടുക്കുവാതിലൂടെന്ന് വചനം പറയുന്നു. ഇടുക്കുവാതിലുകളുണ്ട്. അത് ഇടുക്കവും ഞെരുക്കമുള്ള വാതിൽ. ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തിൻ്റെ സ്വർഗ രാജ്യത്തിൽ എത്തണമെങ്കിൽ ഇടുക്കുവാതിൽ കയറുന്നത് പോലെ, എന്ന് വെച്ചാൽ അത് വിശാലമായി സന്തോഷിച്ച്, ചില സമയങ്ങളിൽ ആനന്ദിച്ച്, എല്ലാവരും നടക്കുന്ന പോലെ നടക്കാൻ പറ്റുന്ന കൈവീശിയൽ വലിയ വിശാല വാതിലാണെങ്കിൽ നമുക്ക് ഉരുണ്ടോ നടന്നോ ചാടിയോ പോകാം. ഇടുക്കുവാതിലാണെങ്കിലോ സൂക്ഷിച്ച് പെതുക്കെ നടക്കേണ്ടിയായിട്ട് വരുമോ. ചില സമയങ്ങളിൽ ഇടുക്കുവാതില മുന്നിൽ ഇരിക്കുന്നെങ്കിൽ കയറാൻ ധൈര്യമുണ്ടോ? കർത്താവ് വെക്കുന്ന ഏത് വാതിലാണെങ്കിലോ പറയുമ്പോൾ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട്, ഭ്രമിക്കേണ്ട, എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് കർത്താവെ അവിടുന്ന് വെക്കുന്ന വാതിലിലേക്ക് ഞാൻ ധൈര്യത്തോടു കൂടെ കയറുവാൻ തക്കവണ്ണം ഇടയാകും. വിശ്വാസമുണ്ടെങ്കിലേ കർത്താവിൻ്റെ വാതിലിലൂടെ കയറാൻ കഴിയത്തുള്ളൂ. ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ വാതിൽ കൂടി ഇറങ്ങണം, അല്ലേ? അത് അവിടെ ചിലപ്പോൾ വേറൊരു വാതിലൂടെ ഇറങ്ങണം. അത് കഴിഞ്ഞ് വീട്ടിൽ പോകണമെങ്കിൽ ബസ്സിൻ്റെ വാതിൽ കയറണം. അത് കഴിഞ്ഞ് വീട് വാതിൽ തുറക്കണം. അപ്പോൾ ഒരു വാതിൽ, ഞാൻ ഈ വാതിലിൽ നിന്ന് ഇറങ്ങത്തില്ല എന്നും പറഞ്ഞാൽ ഒരു കാലം ഈ വാതിലിലും മറ്റേ കാലം ആ വാതിലും വെച്ചാൽ നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല, സ്റ്റക്കായി നിൽക്കത്തതേ ഉള്ളൂ. പുറകിലുള്ള വാതിൽ മാറ്റിയിട്ട് മുമ്പിലോട്ടുള്ള വാതിൽ കർത്താവ് തുറക്കുമ്പോൾ കയറാൻ ധൈര്യമുണ്ടായിരിക്കണം. അതാണ് വചനം പറയുന്നത്. ഭ്രമിക്കരുത്, ഭയപ്പെടരുത്, വിഷമിക്കരുത്. കർത്താവ് ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് കർത്താവ് തുറക്കുന്ന വാതിലൂടെ കയറി പോവാൻ തക്കവണ്ണം
എന്തായിരിക്കണം? നാം ധൈര്യശാലികളായിരിക്കണം. നോഹയ്ക്കൊരു വാതിൽ തുറന്നു വെച്ചല്ലേ, പെട്ടകമാകുന്ന വാതിൽ. നോഹ അതിനകത്തൂടെ കയറുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഒരുപാട് പേര് വീണുപോയി. വിശ്വാസത്താൽ നോഹ കയറി, എന്നാൽ ബാക്കിയുള്ളവരാരും കയറാഞ്ഞതുകൊണ്ട് നശിച്ചു പോകാൻ തക്കവണ്ണം ഇടയായി. അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു ഏദൻ തോട്ടം, അവർക്ക് ദൈവത്തെ അറിയാമായിരുന്നു. ഏദൻ തോട്ടം അവിടെ ഉണ്ടായിരുന്നു. നോഹയുടെ വെള്ളപ്പൊക്കത്തിലാണ് ഏദൻ തോട്ടം നശിച്ചു പോയത്. അതെല്ലാം അവർ ആദാമിനെ അവർക്കറിയാമേ, ഓരോ മക്കളെ അവർക്കറിയാം, കയീന്, ഹാബേൽ എല്ലാം അറിയാവുന്ന ആൾക്കാരായിരുന്നു. അധികം തലമുറയായില്ലായിരുന്നു, 10ാം തലമുറയാന്ന് തോന്നുന്നു, ആയതേ ഉള്ളായിരുന്നു. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. എന്താണെന്നറിയാം, അവർ വചനം വിശ്വസിച്ചു, എന്നാൽ ദൈവം പറഞ്ഞ കാര്യം ചെയ്യാൻ, ആ വാതിലിലൂടെ കയറാൻ അവർ വിശ്വസിച്ചില്ല. ഇത് പലരും അങ്ങനെയാണ്. ദൈവവചനം അവർ വിശ്വസിക്കും, അബ്രഹാമിനോട് ചെയ്ത കാര്യം വിശ്വസിക്കും, പത്രോസിനോട് ചെയ്ത കാര്യം വിശ്വസിക്കും, എന്നാൽ എന്നോട് പറഞ്ഞ വാതിലിലൂടെ കയറാൻ എനിക്ക് കഴിയുമോ? വചനം വിശ്വസിക്കും, എന്നാൽ എന്നോട് പറയുന്നത് ഇവർ ഓർത്തുകൊള്ളേണ്ട. ദൈവം വാതിൽ തുറന്നു വെക്കുന്നെന്ന് പറയുമ്പോൾ അത് തിരിച്ചറിയുവാനും അതിലൂടെ കയറുവാനും തക്കോണം ധൈര്യമുണ്ടാകണം. പത്രോസിനെ പറ്റി പ്രസംഗിക്കുമ്പോഴും പറയുമ്പോഴും അബ്രഹാമിൻ്റെ വാതിൽ തുറന്നതും നോഹയുടെയൊക്കെ പറയുമ്പോഴോ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തുറക്കുന്ന വാതിലുകളുണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ എഴുതി വെച്ചിട്ടില്ല, കാരണം ഇപ്പോഴല്ലേ നമ്മൾ ജീവിക്കുന്നത്. ആ വാതിലുകൾ തുറക്കുമ്പോൾ അത് ദൈവം തുറന്ന വാതിൽ തിരിച്ചറിയുവാനും അതിലൂടെ കയറുവാനും തക്കവണ്ണം നാം ധൈര്യമുള്ളവരായിരിക്കണം. കർത്താവ് വാതിൽ തുറന്നു, നോഹയ്ക്കൊരു വാതിൽ തുറന്നു. വിശ്വാസത്താൽ നോഹ അതിനകത്തൂടെ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വാതിൽ അതിനകത്ത് കയറിയിരിക്കാൻ പറ്റുമോ? മൊത്തം വർഷം ഇറങ്ങണം, ഒരു വാതിൽ തുറക്കണം, എന്നാലേ നോഹയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവം വീണ്ടും വാതിൽ തുറന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വാതിൽ തുറന്നു, അതിനകത്ത് കയറി ഇരുന്നു. ഞാനിനി ഇതിനകത്തൊന്നും ഇറങ്ങത്തില്ല, ഇത് ദൈവം തുറന്ന വാതിലെന്നല്ല, വീണ്ടും വീണ്ടും വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വളരുവാനോ മുന്നോട്ട് പോകുന്നവരുമായിരിക്കണം നമ്മൾ ഓരോരുത്തരോ. ഇസ്രായേലിനൊരു വാതിൽ തുറന്നു, ചെങ്കടലിൽ അവരറിഞ്ഞില്ല, അതിനടിയിലൊരു വാതിൽ ഉണ്ടായിരുന്നു. വെള്ളം മുഴുവനും ആർത്തലിച്ച് അതിൻ്റെ മേളിൽ കൂടെ പോവുകയായിരുന്നു. എന്നാൽ ആ കൃത്യസമയത്ത് വെള്ളം മാറി ആ വാതിൽ തുറന്ന് അവർക്ക് നടപ്പാനായിട്ടിടയായി. അതായത് ഫറവോനും സൈന്യം ഓർത്തു, ഒരു വാതിൽ തുറന്നല്ല, നമുക്കും അതിനകത്തൂടെ കയറിപ്പോകാം, ഇവർ കയറുന്ന വാതിലൂടെ നമുക്കൂടെ കയറിപ്പോകാമെന്ന് വിചാരിച്ചപ്പോഴോ അവർ പട്ടുപോവാൻ തക്കോണ്ടായിട്ടയായി. അപ്പം നമ്മുടെ വാതിലിനകത്ത് വേറെ ഒരാൾക്ക് കയറാൻ പറ്റത്തില്ല. വേറെ ഒരാളുടെ വാതിലിനകത്തോട് ഓടി കയറാനായിട്ട് നോക്കരുത്. അവനോൻ പ്രാർത്ഥിച്ച് അവനോൻ ദൈവസന്നിധി ഇരുന്നു കൊണ്ട് നമ്മുടെ വാതിൽ തുറക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഫറവോനെ പോലെ പട്ടുപോവാൻ തക്കവണ്ണം വേണ്ടിയാകും. എല്ലാവർക്കും കർത്താവ് വാതിൽ തുറന്നു തരാം. എല്ലാവരെയും മുന്നോട്ട് നടത്തുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ കാലത്ത് അപ്പോൾ പിശാച് ഡ്യൂപ്ലിക്കേറ്റ് വാതിൽ തുറക്കോ? കർത്താവ് എന്തൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാനാണ് പിശാചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ ചൈന എന്തിനാണ് ഇരിക്കുന്നത്, എന്തൊക്കെ നല്ല കാര്യമുണ്ടോ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അന്നേരം ഇറക്കിയിരിക്കുക. അതേപോലെ ഒരു വ്യത്യാസവുമില്ലാതെ ഇറക്കും ചൈന എന്ന് പറഞ്ഞ പോലെ കർത്താവ് തുറക്കുന്ന വാതിലിൽ പോലെ ഡ്യൂപ്ലിക്കേറ്റ് തുറക്കുമ്പോൾ തിരിച്ചറിയാനായിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുന്നവരായിരിക്കണം. ഈ 2025 കർത്താവ് തുറന്ന വാതിലിന് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് അതിലൂടെ പ്രവേശിക്കുന്നവരായിരിക്കണം. ഒന്നാമത് നമ്മുടെ ആഗ്രഹം, മുൻപേ കർത്താവിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതൊക്കെയും കിട്ടും അല്ലേ, എല്ലാം തരും. നമ്മുടെ ഭാഗം എന്താണ്? രാജ്യവും നീതി അന്വേഷിക്കുക. ദൈവത്തിൻ്റെ ഭാഗം എന്താണ്? അനുഗ്രഹങ്ങളെ തരിക. ഇത് റിവേഴ്സായി പോകുമ്പോഴാണ് പല പ്രശ്നങ്ങളും ചാടുന്നത്. നമുക്കറിയാം, ഇന്ന് ദൈവദാസന്മാർ വീഴുന്നു, വിശ്വാസികൾ വീണു പോകുന്നു. വിശ്വാസികൾ വീഴുമ്പോൾ ആരും അറിയുന്ന, ദൈവദാസന്മാരൊക്കെ വീഴുമ്പോൾ പിന്നെ യൂട്യൂബിൽ വലിയ വാർത്തയായിട്ട് തീരും. അനേകർ വീണു പോവുകയാണ്. എന്നാൽ ദൈവം തുറന്ന വാതിലിലൂടെ കർത്താവ് എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വാതിലിലൂടെ കയറുന്നവരായിരിക്കണം. പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി കൃത്യമായ വാതിൽ ദൈവം തുറന്നു തരോ. ആ വാതിലിലൂടെ ഞാൻ കയറോ. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ഞാൻ അന്വേഷിക്കുന്ന ആളായിരിക്കും.
അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം വരും ദിവസങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. നാം വായിച്ച ഭാഗം എല്ലാവർക്കും അറിയാവുന്നത്. അതിനകത്ത് ചില കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ കണ്ട ദർശനങ്ങളിൽ യേശു പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. AD 94 ഏതാണ്ട് 94 ആ സമയത്ത് ഡൊമീഷ്യൻ ചക്രവർത്തി റോമ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ യോഹന്നാൻ യേശുവിനെ പറ്റി സുവിശേഷം അറിയിക്കുന്നതുകൊണ്ട് പിടിക്കുകയും ആദ്യം തിളച്ച എണ്ണയിൽ യോഹന്നാനെ ഇട്ടു. അതിന് പല രീതിയിൽ അന്ന് രക്തസാക്ഷികളാക്കുമായിരുന്നു. ഒരുപാട് പേരെ രക്തസാക്ഷികളാക്കി. ആ കൂട്ടത്തിൽ യോഹന്നാനെയും പിടിച്ചുകൊണ്ട് തിളച്ച എണ്ണയിലിട്ടു, അടച്ചു വെച്ചു. മരിക്കും വരെ എണ്ണയ്ക്കകത്ത്, തിളച്ച എണ്ണയ്ക്കകത്ത് വീണ അന്നേരം തന്നെ മരിക്കുക, അറിയാമല്ലോ നമുക്കല്ല. എന്നാൽ അവർ ശവം അടക്കാനായിട്ട് എടുക്കാനായിട്ട് തുറന്നപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാനെയാണ് കണ്ടത്. അപ്പോൾ അവർ ചക്രവർത്തിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പത്മോസിലേക്ക് നാട് കടത്താൻ. അവിടെ ആഹാരമില്ല, ഒന്നുമില്ല, കാട് പോലുള്ള ഒരു പ്രദേശമാണ്. കപ്പലിൽ പോകുന്നവരെന്തെങ്കിലും എറിഞ്ഞു കൊടുത്താൽ ഇവർക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിലായി, അല്ല അവിടെ നിന്ന് എന്തെങ്കിലും പറിച്ചൊക്കെ തിന്നാനേ കഴിയത്തുള്ളൂ. അപ്പോൾ വലിയ സഭകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന യോഹന്നാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരുന്ന യോഹന്നാന് ഞായറാഴ്ച രാവിലെ ആയപ്പോൾ പ്രസംഗിക്കാൻ ജനങ്ങളുമില്ല, സഭയുമില്ല, ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അവിടെ നിരാശപ്പെടുകയല്ല ചെയ്തത്. അവിടെ കത്ത് ദിവസത്തിൽ ആത്മവിവേശനായി, എൻ്റെ ദൈവമേ ആരുമില്ലെങ്കിലും ഞാൻ ആരാധിക്കും, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ആ ഒരു എരിവ് നമ്മുടെ ഉള്ളിൽ വരണം. ആരൊക്കെ ആരാധിച്ചാലും ഇല്ലെങ്കിലും, എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ സ്തോത്രം പറഞ്ഞാലും ഇപ്പുറത്തിരിക്കുന്ന ആൾ കൈകൊട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും, സ്തുതിക്കുമെന്നുള്ള ഒരു എരിവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോഴാണ് ഇതുപോലുള്ള ശുശ്രൂഷകൾ, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്കും വെളിപ്പെട്ട് കിട്ടുവാൻ തക്കോണം ഇടയാകുന്നത്. ആ സമയത്ത് യോഹന്നാൻ കത്ത് ദിവസത്തെ വിവേശതയായിരിക്കുമ്പോൾ, ആരോരും കൂടെ ആരാധിപ്പാനില്ലാതെ, പ്രസംഗിപ്പാൻ ആളില്ലാതിരിക്കുമ്പോൾ സാക്ഷാൽ യേശു കർത്താവ് തന്നെ അവിടെ ഇറങ്ങി വരുവാൻ തക്കോണം ഇടയായി. വലിയ വെളിപ്പാടുകളും വലിയ മർമ്മങ്ങളുമായിട്ട് യേശു കർത്താവ് യോഹന്നാൻ്റെ അടുത്തേക്ക് വരികയാണ്. ഒറ്റപ്പെടലിലൊരു വാതിൽ തുറന്നു യോഹന്നാന് വേണ്ടി. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന കർത്താവിൻ്റെ വാതിൽ തുറക്കാൻ, കാരണം ഞാൻ സാക്ഷാൽ വാതിലാകുന്നു. വാതിൽ എവിടെയും നിനക്ക് വേണ്ടി തുറക്കപ്പെടും കർത്താവ്. ഇവിടെ യോഹന്നാൻ്റെ അടുക്കൽ വന്നു 1:20 പറയുന്നുണ്ട് മർമ്മം. അല്ല, 7 സഭകൾക്കും 7 ദൈവദാസന്മാർക്കുള്ള ദൂതാണ് അവിടെ പറയുന്നത്. ഏഷ്യ മൈനർ പ്രദേശത്തുള്ള 7 സഭകൾ, കുന്നുകളിലിരിക്കുന്ന സഭകളാണ്. ഇപ്പോഴും അവിടെ ടൂറിന് ആൾക്കാരെ കൊണ്ടുവന്നുണ്ട് ഈ സഭകൾ കാണിക്കാനായിട്ട്. അത് ടൂറിസം സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ സഭകൾ, ഏഷ്യ മൈനറിലുള്ള 7 സഭകൾ, അവരോട് അന്ന് 100 കണക്കിന് സഭകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ആ പ്രത്യേക ദേശത്തുള്ള 7 പൂർണ്ണതയായതുകൊണ്ട് എല്ലാവർക്കും ഉള്ള ദൂത് പ്രത്യേകാൽ ഈ സഭകളുടെ പേരെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞ് 7 നക്ഷത്രങ്ങൾ, 7 പാസ്റ്റേഴ്സ്, അത് ശുശ്രൂഷിക്കുന്ന പാസ്റ്റേഴ്സ്, 7 വിളക്ക്, നിലവിളക്കുകൾ, 7 സഭകളോ. ഇന്ന് കർത്താവ് നമ്മൾ കാണുമ്പോൾ എത്ര നിലവിളക്ക് കാണും? അന്ന് 7 പേരോട് പറഞ്ഞുകൊണ്ടാണ് 7 നിലവിളക്കുണ്ടായിരുന്നത്. നാം ദിവസം ചെല്ലുമ്പോൾ എത്രയോ നിലവിളക്കുകളായിരിക്കും ഇതുപോലെ ഇരിക്കുന്നത്. അതേപോലെ എത്ര നക്ഷത്രങ്ങളായിരിക്കും കർത്താവിൻ്റെ കയ്യിലിട്ടിരിക്കുന്നത്. കാരണം 1000 ശുശ്രൂഷകന്മാരും 1000 സഭകളും ദൈവത്തിന് ഭൂമിയിലുണ്ട്. അതിൽ ഓരോ ദൂതുകൾ ഓരോ സഭയോട് പറഞ്ഞു. യേശു ആരാന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു, പിന്നെ അവരുടെ കുറ്റങ്ങളെപ്പറ്റി പറഞ്ഞു, അവർക്ക് കിട്ടാൻ വന്ന റിവാർഡിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെയാണ് ഓരോ സഭയോടും സംസാരിച്ചത്. അതിൽ മർമ്മമായി കിടക്കുന്നത്, അല്ലെങ്കിൽ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? 1:20 പറയുന്നുണ്ട്, നീ മർമ്മം അവരോട് പറയണമെന്ന് പറയുന്നുണ്ട് അല്ലേ. എൻ്റെ പല 7 നക്ഷത്രത്തിന് മർമ്മവും 7 നിലവിളക്കിൻ്റെ വിവരവും എഴുതുക എന്നാണ് പറയുന്നത്. കാരണം മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അതാണ് മർമ്മം എന്ന് പറയുന്നത്.
ഒരു ഭാഗം എടുത്താൽ നമുക്ക് അത് നോക്കി ഇതിങ്ങനെയായിരിക്കും, അതങ്ങനെയായിരിക്കും, ഇതിൻ്റെ അർത്ഥം ഇതായിരിക്കും എന്നൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പറയാം. എന്നാൽ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് നമുക്കത് പറഞ്ഞു തരുന്നതിനാണ് മർമ്മം എന്ന് പറയുന്നത്. മർമ്മം നമുക്ക് റിവീൽ ചെയ്തോ, അല്ല ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നത് കർട്ടൻ നീക്കുന്നത് പോലെ അതിൻ്റെ അകത്തിരിക്കുന്നത് നമുക്ക് കാണത്തില്ല, അത് നീക്കുമ്പോഴറിയുന്നത് ഓ ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞതുപോലെ ഒരു വചനത്തെ നമുക്ക്, അല്ലെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ ചില കാര്യങ്ങൾ നമുക്ക് കർത്താവ് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറയുന്നത് അയ്യോ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അത് ദൈവം തന്നെ വെളിപ്പെടുത്തി തരണം. ജീവിതത്തിൽ പ്രാർത്ഥിക്കണം, കർത്താവെ മർമ്മമായി കിടക്കുന്ന എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. ദൈവത്തിൻ്റെ ആത്മാവിനെ നിറച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തെ പറ്റിയുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണമേ, എൻ്റെ സഭയെ പറ്റിയുള്ളത് എനിക്ക് പ്രാർത്ഥിക്കാൻ തക്കണമെന്ന് പറഞ്ഞു തരണമെന്ന് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ജീവിതത്തിലെ മർമ്മങ്ങളെ കർത്താവ് പറഞ്ഞു തരാം. നോഹയ്ക്ക് അറിയത്തില്ല എന്ത് വെള്ളം പൊങ്ങുമെന്ന്, അത് പറഞ്ഞു കൊടുത്തു കർത്താവ്. ഏലിയാവിന് അറിയത്തില്ലായിരുന്നു സാരഭാത്തിലെ വിധവയുടെ വീട്ടിലെ മാവിരിപ്പുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു, അത് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ തന്നെ നമുക്കറിയാത്ത കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരും, മർമ്മമായി കിടക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു തരും കർത്താവ്. അങ്ങനെ ഇതിൽ പല ഉണ്ടെങ്കിലും ഞാനിന്ന് പറയുന്നത് ഫിലദൽഫിയ സഭയെ പറ്റി മാത്രമാണ്. ഫിലദൽഫിയ എന്ന സഭയുടെ അർത്ഥം സഹോദര സ്നേഹം. അറ്റലൂസ് എന്ന രാജാവ് ചക്രവർത്തി പണിതതാണ് ഫിലദൽഫിയ എന്ന സ്ഥലം. ഗ്രീക്ക് സംസ്കാരം എമ്പാടും അവിടെ നിന്ന് വ്യാപിപ്പാൻ, ആ ഭാഷ ലോകത്തിൻ്റെ ഭാഷയായി തീരുവാൻ തക്കവണ്ണം ആ പട്ടണം പണിത് അവിടെ നിന്ന് ആൾക്കാരെ വിട്ട് നമ്മൾ സുവിശേഷം വേല ചെയ്യുന്നത് പോലെ ഗ്രീക്ക് പടർത്തുവാനായിട്ട് പണിത പട്ടണമാണ്. അവിടെ സുവിശേഷം എത്തുവാനും ജനങ്ങൾ മാനസാന്തരപ്പെടുവാനും ഇടയായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ യേശു ഫിലദൽഫിയ സഭയെപ്പറ്റി പറയുകയാണ്, സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവരല്ല ചെയ്യുന്നു. പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്നും പറഞ്ഞാണ് ദൈവം പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ ദൈവം ആരാന്ന് ദൈവം തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ആരാണ്? വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുമുള്ളവന്. ഹോളി ഗാഡ്, വിശുദ്ധനായ ദൈവം. ദൈവത്തോട് കൂടെ നടന്നാണ് വിശുദ്ധി പ്രാപിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിച്ചാൽ വിശുദ്ധി നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ആരുടെ കൂടെ നടക്കുന്നു അവരെ പോലെ നമ്മളായിത്തീരും. കർത്താവിന് വേണ്ടി കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുവാണെങ്കിൽ നമ്മളും വിശുദ്ധരായി മാറുവാൻ തക്കവണ്ണം ഇടയാകും. സത്യവാനായ ദൈവം, ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു. സത്യം പറയുന്ന ദൈവം അല്ലേ? സത്യം പറയുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? സത്യം പറയാൻ വലിയ പാടല്ലേ? പെട്ടെന്ന് ഒരു വഴക്കൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ ആദ്യം ഒരു കള്ളം പറയണമെന്നങ്ങ് തോന്നിപ്പോ അല്ലേ? പാത്രം പൊട്ടിച്ചോ? ഇല്ല. പിള്ളേരാണേലേ അല്ലേ, മൊബൈലിൽ കളിക്കുമായിരുന്നോ? ആദ്യം വായി വരുന്നത് എന്താ? ഇല്ല. കള്ളം പറയാനാണ് ആദ്യം വരുന്നത്, കള്ളം പറയാനാണ്. നല്ല സത്യത്തിൽ സംസാരിക്കുകയും സത്യം പറയുന്നവരുമായി മാറണം നമ്മൾ. സത്യം അരക്കി കെട്ടുക അല്ലേ? സർവായുധ വർഗത്തിൽ പറയുന്ന ഒരു കാര്യമാണ് സത്യം അരക്കി കെട്ടുക. ബെൽറ്റ്, ഡ്രസ്സ് ഇടുമ്പോൾ ബെൽറ്റ് ഇടുന്നത്, നമ്മൾ ചുരിദാറിൻ്റെ ഇത് എന്തിനാ കെട്ടുന്നത്? അഴിഞ്ഞു പോകാതിരിക്കാൻ. അതാണ് സത്യം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളോട് പിശാചിൻ്റെ പോരാട്ടവും പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മൾ സത്യം സംസാരിക്കുന്നവരായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പോരാടി ജയിക്കാനായിട്ട് ഇടയാകത്തില്ല. അപ്പം എല്ലായിടത്തും സത്യം കൊണ്ടുവരുവാനിടയാണ്. കാരണം ദൈവം സത്യവാനാണ്. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവൻ അല്ലേ? വിശ്വസ്ത താക്കോലുള്ളവനാണ്. രാത്രിയിൽ ഒളിച്ചു വന്ന് കള്ളന്മാർക്ക് എന്ത് ചെയ്യണം? ആരും കാണാത്തപ്പം വന്ന് ഡോറ് തുറക്കേണ്ടി വരും. അത് സ്ക്രൂ ഡ്രൈവർ ഓരോ കമ്പിയൊക്കെ ഇട്ട് തുറക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ ദൈവം താക്കോലുമായിട്ടാണ്. ഇത് യെശയ്യാവ് 22 പറയുന്ന വീണ്ടും ഇത് പറയുന്നുണ്ട്, ദാവീദിൻ്റെ താക്കോലുള്ളവൻ എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം ദാവീദിൻ്റെ താക്കോലുള്ളവൻ വിശ്വസ്തനാണ്, താക്കോൽ അധികാരമുള്ളവനാണ്. പ്രോപ്പറായിട്ടുള്ള വഴി കൂടെ ഒരു കള്ളത്തരത്തിൽ വരേണ്ട, വെല്ലോൻ്റെ താക്കോൽ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന ആളല്ല, സ്വന്തം താക്കോലുള്ള ആളാണ്. താക്കോലുള്ളവനാണ് പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. അപ്പം നമ്മുടെ പ്രവൃത്തി അറിയുന്ന ദൈവമാണ്. നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ? നമ്മൾ ആൾക്കാരോടൊക്കെ നിങ്ങളെന്താ ചെയ്യുന്നത്?
എല്ലാവർക്കും ആഗ്രഹമില്ല. എല്ലാവരും എന്താ ചെയ്യുന്നത് നമ്മൾ കാണുന്നവരോടെല്ലാം ചോദിക്കും. ഇല്ല, നമുക്ക് എല്ലാവരുടെയും കാര്യം കേൾക്കാൻ ആഗ്രഹമില്ല, സമയമില്ല. ചിലർ പറഞ്ഞാൽ ബോറായിരിക്കാം. നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചെങ്കിലേ ഉള്ളൂ എന്താ ചെയ്യുന്നത്, ജോലി എങ്ങനെയാണ്, അവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. എന്നാൽ ഇവിടെ പറയുകയാണ് താല്പര്യമുണ്ട് ദൈവത്തിന്. എന്താണ്? പ്രവൃത്തി ശ്രദ്ധിക്കും. നമ്മളിത് ചെയ്യുന്നതെന്ന് ദൈവത്തിന് സമയമുണ്ട്. വലിയ ദൈവം ആയതുകൊണ്ട് നമ്മുടെ വിചാരം എന്താ, നമ്മളെ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലെന്ന്, നോക്കുന്നൊന്നും ഇല്ലായിരിക്കും. വലിയ വലിയ ആൾക്കാരെ ആയിരിക്കും ദൈവം നോക്കുന്നത്. സാധാരണ അങ്ങനെയല്ല. ഇപ്പം വലിയ ഡയറക്ടർ, എല്ലാവരും ആ കമ്പനി 1000 ജോലിക്കാരുണ്ടെങ്കിൽ 1000 ജോലിക്കാരെ നോക്കാൻ സമയമുണ്ടോ? അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അറിയത്തില്ല, നോക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വിചാരം ദൈവം അങ്ങനെയാണ്, നമ്മുടെ കാര്യമൊന്നും അറിയുന്നുമില്ല, നോക്കുന്നുമില്ലെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ അറിയുന്ന ദൈവമാണ്. ഈ ലോകത്ത് നടക്കുന്നതിനെല്ലാം പേടിയുണ്ട്, അറിയും, നോക്കൂ എന്നുള്ളത്. എന്നാൽ ദൈവത്തെപ്പറ്റി നമ്മളെ അറിയുന്നു എന്ന്, കാണുന്നു എന്നൊരു ചിന്തയുണ്ടോ നമ്മുടെ മനസ്സിൽ? ഒരു ദിവസം പ്രസംഗിക്കുന്ന ഞാൻ കേട്ടതാണ്. നമ്മൾ പണത്തിന് എത്ര ആവശ്യം വന്നാലും ബാങ്കിൽ ഇഷ്ടം പോലെ കാശല്ലേ ഇരിക്കുന്നത്, കോടിക്കണക്കിന് രൂപ. അവിടെ നിന്ന് 1000 രൂപയോ 2000 രൂപയോ നമ്മൾ എടുക്കുമോ? അവിടെ പൈസയേ ഉള്ളൂ. കാരണം എന്താ? പിടിക്കുമല്ലേ, ക്യാമറയുണ്ട്, നമ്മൾ പിടിച്ചാൽ. ഇവിടെ ഈ സ്വർണ്ണക്കടയിൽ പോയാലേ സ്വർണം അവിടെ മൊത്തം ഇരിക്കുന്നത്. എന്നാൽ പിന്നെ ഒരെണ്ണം ഇങ്ങനെ എടുക്കാം. കാരണം പൈസ അത്യാവശ്യം. അതില്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും. എന്നാലും നമ്മൾ എടുക്കുമോ? ആരെങ്കിലും എടുക്കുമോ? എന്തുകൊണ്ടാണ്? ക്യാമറ പതിയും, നമ്മളെ പിടിക്കും, നാണക്കേടാകുമെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഇരിപ്പുണ്ടെങ്കിലും നമ്മളാരും ഇതൊന്നും എടുക്കാൻ പോകത്തില്ല, അല്ലേ? അപ്പം ദൈവം നമ്മളെ അറിയുന്നെന്നുള്ള ചിന്തയുണ്ടോ? ദൈവം നമ്മുടെ പ്രവൃത്തി കാണുന്നു. ദിവസങ്ങളിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവം അറിഞ്ഞു, ദൈവം കണ്ടു, ദൈവം നമ്മളെ നോക്കി. അപ്പം അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മൾ താല്പര്യമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അത് മനസ്സിൽ വെക്കണം. നമ്മളെ അറിയുന്നു, താല്പര്യമുണ്ട്. അപ്പോൾ പ്രവൃത്തികളെ അറിയുന്നു. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കർത്താവ് നോക്കുന്നു. രക്ഷ തന്നിട്ട് നമ്മൾ ആ രക്ഷയും കൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ സമയം എങ്ങനെ ചെലവഴിച്ചു, താലന്തുകളെ, പണം എല്ലാം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തി എഫേസ്യർ 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ലോകത്തിലെ പ്രവൃത്തികളല്ല, പിന്നെ ഏത് പ്രവൃത്തികളാണ് ദൈവം അറിയുന്നത്? എഫേസ്യർ 2:10 പറയുന്നത്, സൽപ്രവർത്തികൾക്കായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നു, അവയെ മുന്നൊരുക്കി വെച്ചിരിക്കുന്നു. അതാണ് ഫലങ്ങൾ എന്ന് പറയുന്നത്. ദൈവം നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ മുന്നൊരുക്കി വെച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നവരായിരിക്കേണ്ടത്. അതാണ് ഫലം എന്ന് പറയുന്നത്. വളരെ ഫലം കായ്ക്കും, അധികം ഫലം കായ്ക്കും. ഏത് ഫലങ്ങളാണ്? നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ നോക്കുകയാണ് കർത്താവ്. വേറെ പല പ്രവൃത്തികളും ചെയ്തിട്ട് കാര്യമില്ല, ആ പ്രവൃത്തികൾ ചെയ്യണം. നമ്മളെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ പഠിക്കാതെ ലോങ് ജമ്പിന് ഫസ്റ്റ്, ഓട്ടത്തിന് ഫസ്റ്റ്, ഡിസ്ട്രിക്റ്റ് ഫസ്റ്റ് എല്ലാം നമ്മുടെ പരീക്ഷയുടെ പേപ്പർ നോക്കുന്നവരെ ജയിപ്പിച്ചു വിടുവോ? ഇല്ല. ആ പ്രവൃത്തിയും കൂടെ ചെയ്യണം. ആ കൂട്ടത്തിൽ നമ്മൾ ഈ പ്രവൃത്തി ചെയ്യണം എന്ന് പറഞ്ഞ പോലെ സൽപ്രവൃത്തികൾക്കായിട്ട് വിളിച്ചവരായതുകൊണ്ട് മുന്നൊരുക്കിയിരിക്കുന്ന പ്രവൃത്തികളെ ചെയ്യുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരായിരിക്കണം. ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളെ അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിലൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്, അത് ആർക്കും അടച്ചുകൂടാ. അപ്പം പ്രവർത്തികളെ കണ്ടു കഴിയുമ്പോൾ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കർത്താവ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മുടെ മുമ്പിലൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് മുന്നോട്ട് പോകാൻ തക്കവണ്ണം. അനുഗ്രഹത്തിൻ്റെ വാതിൽ, സമൃദ്ധിയുടെ വാതിൽ, നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത വാതിൽ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു വെക്കുവാൻ തക്കവണ്ണം ഇടയാകോ. ചില വാതിലുകളെ കർത്താവ് പുറകിൽ അടയ്ക്കും.
കാരണം അല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊന്നും ഇറങ്ങത്തില്ല, അവിടെ തന്നെ ഇരിക്കും. പുതിയ വാതിൽ ഭയപ്പെടുത്തും. ദൈവം ഇതിനകത്തൂടെ പോയാൽ എങ്ങനെ, എവിടെയാ, എന്താ, ഇതാകുമ്പോൾ സൗകര്യമാണ്, ഇതെനിക്കെല്ലാം അറിയാം, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയും. അതുകൊണ്ട് ചില സമയത്ത് പുറകിൽ വാതിൽ അടയ്ക്കും. എന്തിനാണെന്നറിയാം? മുമ്പിൽ വാതിൽ തുറന്നതിലൂടെ നമ്മൾ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം. അപ്പം മുമ്പോട്ടുള്ള വാതിലൂടെ നാം കയറിപ്പോകുന്നവരായിരിക്കണം. കർത്താവ് അടയ്ക്കുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി വിലപിച്ചുകൊണ്ട് അത് തിരിച്ചു തുറക്കാൻ വഴക്കിട്ടുകൊണ്ടിരിക്കരുത്. മുന്നിൽ വിശ്വാസം വേണം, എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും എൻ്റെ കർത്താവ്. അടുത്ത പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അടുത്ത് പറയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളായിരുന്നു, എൻ്റെ വചനം കാത്തു. ശക്തിയില്ലായിരുന്നു, വീണു പോകുമായിരുന്നു, തളർന്നു പോകുമായിരുന്നു. ആ ഇല്ലാത്ത ശക്തിയിലും ദൈവത്തിൻ്റെ ശക്തി വാങ്ങിച്ചുകൊണ്ട് വചനത്തിൻ്റെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നിൽക്കുവാൻ തക്കവണ്ണം തന്നെ തന്നെ കാത്ത ഫിലദൽഫിയ സഭയെ പറ്റിയാണ് നമ്മളിവിടെ വായിക്കുന്നത്. സ്ഥിരതയോടെ നിൽക്കുവാൻ, അതാണ് ഏറ്റവും പ്രധാനം. ഒരു ദിവസം 2 ദിവസമല്ല, കർത്താവ് വന്ന് പറയുന്നിടം വരെയും, കർത്താവ് വഴികൾ തുറക്കുന്നിടം വരെയും സ്ഥിരതയോടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന കാര്യം. ആ ചട്ടങ്ങളിൽ നിൽക്കുക, ആ പ്രമാണങ്ങളിൽ നിൽക്കുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തോ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. അപ്പോൾ ഈ വചനം ഏതാണ്? സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനമാണ് കാത്തത്. എന്ന് വെച്ചാൽ സ്ഥിരതയോടെ വചനത്തിൽ നിന്നു. എല്ലാവരും വചനത്തിൽ നിന്നും മാറിപ്പോയപ്പോഴും വചനത്തിൽ നിന്നു. എല്ലാവരും മറ്റുള്ളവർ പറയുന്ന കേട്ടപ്പോഴും ഞാൻ വചനത്തിൽ നിന്നു. സ്ഥിരതയോടെ കർത്താവ് എന്നോട് സംസാരിച്ച നോഹ നിന്നതുപോലെ, ഏലിയാവ് നിന്നതുപോലെ, ഒരു വാതിൽ തുറന്നു, അത് അടഞ്ഞപ്പോൾ അടുത്ത വാതിൽ തുറന്നു, അങ്ങനെ മുന്നോട്ട് പോകുവാൻ. മറ്റെല്ലാവരും വന്ന് പറഞ്ഞു ഇത് വാതിൽ ശരിയല്ല, ഇതല്ല എന്ന് പറയുമ്പോഴും അതുവഴി പോകുവാൻ തക്കവണ്ണം, സ്ഥിരതയോടെ നിൽക്കുവാൻ തക്കവണ്ണം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ നിന്നിട്ടുണ്ടെങ്കിൽ. അവിടെ എഴുതിയേക്കുവാണ്, യഹൂദന്മാരല്ലാത്തവരെ യഹൂദരെന്ന് പറഞ്ഞു വന്നു. അന്ന് ഇത് നോക്കണം, 1-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ സഭകളിൽ തന്നെ കള്ളന്മാരുണ്ടായിരുന്നു. നമ്മളവർക്ക് ഇപ്പോഴും ഉണ്ടായിരുന്ന ഇത്രയും വർഷം, 2000 വർഷം കഴിഞ്ഞല്ല, അന്ന് തന്നെ ഈ വചനം തെറ്റിക്കുന്ന, അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് അത് ഇത്, എല്ലാ സഭയ്ക്കകത്ത് തുടക്കം തൊട്ട് സഭയ്ക്കകത്ത് ആളുകൾ വരും. കാരണം എന്താണെന്നറിയാം, ഇതിൻ്റെ പുറകെ പിശാചുള്ളത് കൊണ്ടാണ്. പിശാചാണ് ചെയ്യിക്കുന്നത്. പിശാച് ആ മനുഷ്യരെല്ലാം മരിച്ചു പോകുമെങ്കിലും അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന പിശാച് ഇന്നും ഉണ്ടല്ലോ. വരെയും അത് ഭൂമിയിൽ സഭയെ തെറ്റിപ്പാൻ ഓരോ തലമുറ മാറി മാറി വരുമ്പോഴോ, ഓരോ സഭകൾ തുടങ്ങുമ്പോഴും, ഓരോ ശുശ്രൂഷകന്മാർ വരുമ്പോഴോ, ഏതെങ്കിലും ആളുകളിലൂടെ കയറി കൂടി എങ്ങനെയെങ്കിലും തെറ്റിപ്പാൻ തക്കവണ്ണം നോക്കും. അതുകൊണ്ട് മനുഷ്യനെ അല്ല നോക്കണ്ടേ, മനുഷ്യൻ്റെ പുറകിലുള്ള പിശാചിനെ ചവിട്ടിക്കളയുന്നവരാണ് ആത്മാവിൽ പോരാടുന്നത്. ഞാൻ നിന്നെ കാക്കും, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം തനിക്കുള്ളത് പിടിച്ചുകൊള്ളുക. അപ്പം നമുക്ക് കിരീടം, പ്രതിഫലം വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം പിടിച്ചുകൊണ്ട് നിൽപ്പാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പാൽക്കാർ 2 കാര്യമാണ്. ഒന്ന് പ്രവൃത്തി, പല സൽപ്രവർത്തികൾ, പിതാവ് വെച്ചിരിക്കുന്ന സൽപ്രവർത്തികൾ ചെയ്യണം. മറ്റ് പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളെന്തെങ്കിലും അങ്ങ് തീരുമാനിക്കുക, എനിക്ക് ഇത്രയും സമയമുണ്ട്, എന്നാൽ ഞാൻ ഇന്നതൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് വെച്ചിരിക്കുന്ന നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാനുകളാണ് നമ്മൾ നിറവേറ്റുന്നവരായിരിക്കേണ്ടത്. ആ സൽപ്രവൃത്തി ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.
ആ വാതിൽ, അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ദൈവം ഒരു നല്ല വാതിൽ തുറന്നിടുന്നത്. തീരുമാനമെടുക്കുകയാണ്, കർത്താവേ ഞാൻ അങ്ങയുടെ പ്രവർത്തികളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സൽപ്രവർത്തികളെ എനിക്ക് കാണിച്ചു തരണോ. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് സൽപ്രവർത്തികളെ എൻ്റെ മുമ്പിൽ വെക്കണം. അവിടുത്തെ തിരഞ്ഞെടുപ്പ് എനിക്ക് മനസ്സിലാക്കി തരണം. ഒരു വാതിൽ എൻ്റെ മുമ്പിൽ തുറന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു വാതിൽ നമുക്ക് തുറന്നു വെക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുവഴി നമുക്ക് അകത്തേക്ക് കയറുവാൻ ഇടയാകും. ഹല്ലേലൂയ. എന്നാൽ പല വാതിലുകളും ദുഷ്ടൻ അടയ്ക്കുമ്പോൾ ദൈവം തുറന്ന വാതിലിൻ്റെ മുമ്പിൽ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അവകാശങ്ങളുടെ മുമ്പിൽ, കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തങ്ങളുടെ മുമ്പിൽ മതിലുകളെ കെട്ടും പിശാച് അത് തരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായിരുന്നു പ്രാർത്ഥിക്കുന്നിടത്തുനിന്ന് പ്രലോഭനങ്ങളും പരീക്ഷകളും അയച്ചുകൊണ്ട്, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അനുഗ്രഹങ്ങളും അയച്ചുകൊണ്ട് ആ വാതിലിൻ്റെ മുമ്പിൽ മതിലുകളെ കെട്ടുമ്പോൾ, യോശുവ 6-ാം അധ്യായത്തിൽ പറയുന്നു, യെരിഹോ മതിലിൽ അകത്തോട്ടും കയറാൻ പറ്റത്തില്ല, പുറത്തോട്ടും കയറാതെ വളരെ ഭദ്രമായി അവർ അത് അടച്ചു വെച്ചു. ദൈവത്തിൻ്റെ വാതിലുള്ള സ്ഥലമായിരുന്നു, ഇസ്രായേൽ ജനത്തിന് അവകാശപ്പെട്ടതായിരുന്നു യെരിഹോം. എന്നാൽ ഭദ്രമായി അടച്ചു വെച്ചു, വാതിൽ അടച്ചു വെച്ചു. പിശാച് പലപ്പോഴും വന്ന് നിൻ്റെ വാതിൽ അടയ്ക്കും, നിന്നെ കയറ്റി വിടത്തില്ല. അവിടെ വലിയ കോട്ടകൾ പണിത നേരുക. എന്നാൽ അവിടെ ഹല്ലേലൂയ സ്പഷ്ടവുമായി ദൈവത്തിൻ്റെ പ്ലാൻ വ്യക്തമാക്കി അവിടെ ചുറ്റും നടന്നപ്പോൾ ആ മതിൽ താഴെ വീഴുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ മറ്റൊരു സ്ഥലത്ത് പൗലോസ് ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്ത് അവിടെ അവർ വാതിലെല്ലാം അടച്ചു പൂട്ടി വിട്ടിരിക്കുകയായിരുന്നു, കാവലും നിർത്തിയിരിക്കുകയായിരുന്നു. അവിടെ അവർ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ വാതിലുകൾ തനിയെ തുറക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ പത്രോസ് കിടന്നുറങ്ങിയപ്പോൾ സഭയാണ് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദൂതൻ വന്നിട്ട് വാതിലും പൊക്കിയെടുത്ത് അപ്പുറത്തോട്ട് വെച്ചിട്ട് പോയി. അപ്പോൾ വാതിലുകൾ തുറക്കുന്നത്, പിശാച് അടച്ച വാതിലുകൾ തുറക്കുന്നതിന് വിവിധ രീതികളുണ്ട്. ഓരോരുത്തരുടെ അടുക്കലും ഓരോ പാറ്റേണിലാണ്. നിൻ്റെ വാതിൽ തുറക്കേണ്ടി എങ്ങനെയാണെന്ന് പ്രാർത്ഥിച്ച് ചോദിച്ച്, ഏതാണ് യെരിഹോ ഇസ്രായേൽ മക്കൾ ചുറ്റി നടന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റി നടന്നാൽ അത് തുറക്കണമെന്നില്ല. പൗലോസ് ആരാധിച്ചപ്പം തുറന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ചിരിക്കുന്ന രീതി അതായിരിക്കത്തില്ല. ഏതാണെന്ന് നോക്കണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അടച്ച വാതില്, ചില ബന്ധങ്ങളെ അടച്ചു വെച്ചിരിക്കുന്ന വാതില്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം അത് തുറക്കാനുള്ള ആ ഒരു ദൂതുകൾ വെളിപ്പെട്ട് വരുവാട്ടെ. യേശുവിൻ്റെ നാം തുറക്കപ്പെടട്ടെ. ചില രോഗസൗഖ്യത്തിനുള്ള വാതിലുകളെ അത് അടച്ചു വെച്ചിരിക്കുന്ന മേൽ കർത്താവ് പ്രവർത്തിക്കട്ടെ. സാമ്പത്തിക മേഖലകളെ മുന്നോട്ട് വിടാതെ അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകളിൽ മേലെ ഇന്ന് പൽക്കാലം ദൂതുകൾ വെളിപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. അത് അടയാതിരിക്കേണ്ടതിന് ദൂതന്മാർ അവിടെ ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ശുശ്രൂഷ മണ്ഡലങ്ങളിൽ മേൽ അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകളെ ഇന്ന് പാൽക്കാലം തുറക്കപ്പെടുവാൻ തക്കവണ്ണം അതിന്മേലെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ മേലുള്ള അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകളെ ഇന്ന് പാൽക്കാലം അത് മർമ്മമായി കിടക്കുന്നതെല്ലാം അത് പുറത്തു വരുവാൻ തക്കവണ്ണം തുറക്കപ്പെടട്ടെ. അതിനുള്ള ആലോചനകൾ വെളിപ്പെടട്ടെ. അതിന് പ്രാർത്ഥിക്കേണ്ട വാചകങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞു തരട്ടെ. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ, സൽപ്രവർത്തികൾ സ്വർഗത്തിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. സൽപ്രവർത്തികൾക്കായിട്ട് കയറണം. സഹിഷ്ണുതയോടെ ദൈവത്തിൻ്റെ വചനത്തെ കാക്കണം. മനുഷ്യനെ പ്രസാദിക്കുന്നവരായിട്ട് നിൽക്കരുത്. ദൈവം പറഞ്ഞു തന്ന വചനത്തിന്മേലെ അത് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ വണ്ണം അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനു വേണ്ടി ജാഗരിക്കുന്നവരായിരിക്കണം. വലിയ അനുഗ്രഹങ്ങളെ കർത്താവ് തരുവാനിടയാകോ. വലിയ പ്രവൃത്തിയിലേക്ക് കയറുവാൻ തക്കവണ്ണം ഇടയാകോ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയാകോ. ഹല്ലേലൂയ. അതിനുള്ള ജ്ഞാനവും പരിജ്ഞാനവും കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. അതിനുള്ള പരിശുദ്ധാത്മ ശക്തിയാൽ വേണം മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം. അതിനുവേണ്ടി സഭയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വരുന്നവരെ അനുഗ്രഹിക്കട്ടെ.